ഞങ്ങള് വേളാങ്കണ്ണി പോയിട്ട് വരികയാണേ. ഈ ക്ലാവിനോട് നേർച്ചുണ്ടായിരുന്നേ. അല്ല, ഈ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു ഡിഫറൻസേ. എന്റെ സാറേ, ഇതെന്തോട്ട് തേങ്ങയെ കാട്ടണേ? ആര്? നമ്മുടെ സർക്കാരേ എന്തോട്ട് ജാതി മൂരിയോളാ. ഇവിടെ ചുറ്റിത്തിരിയണ ഈ ക്രിമിനൽസ് ഉണ്ടല്ലോ, അവരെ ഓടിക്കണമെങ്കിൽ നമ്മള് നാട്ടുകാര് പോലീസിന്റെ പണിയാ ചെയ്യണം. നിങ്ങളുടെ കൂടെ 100 നിൽക്കണം. എന്തേ? ചുമ്മാ. എന്തോട്ട് ചുമ്മാന്ന്? അല്ല, വെറുതെ ഒരു ചുമ്മാ. യു കണ്ടിന്യൂ. വെറുതെ ഓരോന്നും വലയാവൂട്ടോ. നിനക്കെന്തോട്ട് തേങ്ങ അറിയാം? ഒന്നും ഉണ്ടായിരിക്കേ. എന്തിന് നമ്മളെപ്പോലെ ഡീസന്റ് ആവണമെന്നില്ല തൊട്ടടുത്തിരിക്കണവര്, അറിയോ? എന്റെ സാറേ, ഞങ്ങള് തൃശ്ശൂക്കാര്, അതില് ഞാനേ പറഞ്ഞതാ. എന്റെ കയ്യിലൊരു തോക്കുണ്ടെങ്കിൽ ഈ ജാതി മൂരികളെ കണ്ട അപ്പ പിടയ്ക്കും. കുറെ നേരം നീ വെടിവെക്കാൻ തുടങ്ങിട്ട്. ഡോണ്ട് വറി, ഇത് ബ്രേസ്ലെറ്റാ, പുതിയ ഫാഷനാ. ആ, ഞങ്ങളൊക്കെ മോഡൽസാ. ഒരു ഫാഷൻ ഷോ കഴിഞ്ഞിട്ട് വരാം. മോള് വരുന്നുണ്ടോ? അമ്മച്ചി, അച്ഛായ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വലയാവൂന്ന്. നമുക്ക് വേണ്ട വേണ്ട, ചേട്ടൻ അവിടെ തന്നെ ഇരുന്നാ മതി. അയ്യോ വേണ്ടേ, ഞങ്ങൾ അപ്പുറത്തേക്ക് എങ്ങനെ ഇരുന്നോളാം. ഭയമായോ? എന്റെ മാതാവേ, ആരെ വിശ്വസിക്ക ഈ നാട്ടില്. വലിയൊരു വെടിവെപ്പുകാരൻ വന്നിരിക്കുക. സമാധാനമായല്ലോ. ബ്ലഡി ക്രിമിനൽസ്. സാർ, ഇവന് മൂത്രമൊഴിക്കണം. എന്താ? എനിക്കാ? പിന്നെ എനിക്കാ. ആണോടോ? എന്റെ ഓ ആയിക്കോട്ടെ, ആവാം. എന്താവാന്ന്? അല്ല, മൂത്രമൊഴിച്ചേക്കാം. അതാണല്ലോ ആരോഗ്യത്തിന് നല്ലത്. പളനിസ്വാമി സാർ, ആ നടുവിൽ ഇരിക്കുന്ന പയ്യനെ അല്ല വേണ്ട, 3 പേരെ ഒരുമിച്ച് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് മുള്ളണമെന്ന് പറയും. കൊണ്ടുപോ. ഓക്കെ സാർ. വാങ്ങ വാങ്ങ. സാറിന് ഒഴിക്കണ്ടേ? മൂത്രം പോലും എന്റെ ഇഷ്ടത്തിന് ഒഴിക്കാൻ പറ്റും. നടക്കണേ. എന്ത് പോയി ഒഴിക്കാനാണോ? താങ്ക്സ്. കൈ ലൂസായി. കഴിഞ്ഞു. എനിക്ക് യാതൊരു പങ്കുമില്ലാട്ടോ. പോലീസുകാരാ, ആരെങ്കിലും ഓടുന്ന ഈ പോലീസുകാരൻ രക്ഷപ്പെടുത്തു. അതെ, പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ അതുപോലെ. ഈശ്വര, ആക്ച്വലി നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നു? അയാള് Church of Miracle, Blessing of Saint. Any wish? Okay. Study well, pray well, believe in miracle. It will happen. ഓ അത്ഭുതം! എന്തിനാ പാപ്പിച്ചായ ഓരോന്ന് പറഞ്ഞ പാപം പിള്ളേരെങ്ങനെ പറ്റിക്കുന്നേ? Particle? You particle? No particle. Sadie, come on. Let's go. Come on, let's go. അപ്പൊ പറ്റിക്കുന്ന ഒരു വാക്ക് മാത്രം പഠിച്ചു വെച്ചിരിക്കുന്നു. സായിബേ, tomorrow ആണ്. This is not particle. This is Karunya lottery from. അഭിഷേട്ടാ, വല്ലതും തെളിഞ്ഞോ? ഓരോ കമ്മീഷൻ ഞാൻ തിരുമ്പി വരുമ്പോൾ വാങ്ങിച്ചോളാം. ഗ്രേസി, ചെറുക്കനെ കണ്ടപ്പോഴേ കരുതി നീ വന്നു കാണുന്നു. ദോശയും പലഹാരം കൊണ്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ഇറങ്ങിക്കോട്ടെ. ടൂറിസ്റ്റുകളായിരുന്നു, ഒന്നും ഒത്തില്ല. ദേ ഈ കുരുത്തം കെട്ടവൻ എന്തൊക്കെയോ പറഞ്ഞത് മുടക്കി. അയ്യോ എന്റെ പൊന്നു പാപ്പിച്ച, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആ പാണ്ടി പാവം അവൻ അങ്ങ് അടിവാരത്ത് ചെന്ന് നിന്ന് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നതാ. അല്ലാതെ ടൂറിസ്റ്റ് പോയിട്ട്
കച്ചവടക്കാര് പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായിട്ട് കാലം എത്രയായി. കേരളം അറിയാത്ത, തമിഴ്നാടിനും വേണ്ടാത്ത പാവം കുറെ മലയാളികൾ. നമ്മൾ മാത്രം ഈ ഗ്രാമത്തിൽ ഇങ്ങനെ അല്ലയോടി ഏലിയമ്മേ. എത്ര കാലായി എന്റെ പാപ്പിച്ചായ, എന്നാണ് നമ്മുടെ പള്ളി ഒന്ന് തുറന്ന് ആ പഴയ ആളും ബഹളവും കച്ചവടവും ഈ ശാപമൊക്കെ എന്നാ തീരുന്നേ? എല്ലാം ശരിയാകും. കാലം അതിലൊരു വഴി കാണാതിരിക്കുകയില്ല. അവൻ വരും, അവൻ വന്നു കഴിഞ്ഞു. ആ മാമലയുടെ താഴ്വാരത്തുണ്ടവൻ. കുഞ്ഞേ, നിനക്ക് സുഖം തന്നെയല്ലേ? നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ കയറി മോനെ കുഞ്ഞെ കൊച്ചെന്നൊന്നും വിളിക്കരുതെന്ന്. അയ്യോ, ഞങ്ങൾ ദൈവദൂതന്മാർ. അല്പപ്രാണികളെ മനുഷ്യർ നിങ്ങളെ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. വചനം 136 ഭാഗം 4 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മോനെ. ഇങ്ങനെ ഓരോ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞതിനാ നിന്നെ സെമിനാറിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ടൊന്നുമല്ല, ഇവൻ കേറി അച്ഛന്മാരെ മുണ്ടുപൊക്കി കാണിച്ചതിനാണ്. അച്ഛന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങൾ തൊമ്മിച്ചന്റെ വീട്ടിൽ പോകുന്നില്ലയോ? പറഞ്ഞ പോലെ തൊമ്മിച്ച മുതലാളി കഴിഞ്ഞ മാസം അരമനെ ചെന്ന് പള്ളി തുറക്കാനുള്ള ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞതാ. നമ്മുടെ ഗബ്രിയേൽ അച്ഛൻ പുള്ളിക്ക് വാക്ക് കൊടുത്തത്രേ. ഇന്നാ വരുന്ന അച്ഛന്മാരുടെ വിവരം അറിയുന്നത്. ഞാൻ അതങ്ങ് വിട്ടുപോയി. ആര് വരാൻ? ഈ പൂമാല ഗ്രാമത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ സഹോദരാ. ഇനി നീ മിണ്ടിയ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരും. അച്ഛന്മാര് വന്ന് പള്ളി തുറന്നാലേ അവന്റെ കച്ചവടം പൂട്ടും. അതിന്റെ ചൊറിച്ചിൽ പാപ്പിച്ചാൻ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. അവർക്ക് തീരെ സുഖമില്ല. കാറും കോളും കൂറുന്നുണ്ട്. നീ വേഗം അങ്ങോട്ട് ചെല്ലേ. ഞാൻ പോട്ടെ. അച്ചായ, അമ്മാമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ കിടപ്പല്ലേ? ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ? വേണ്ട പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. അവിശ്വാസികളെ ദൈവം കാത്തുരക്ഷിക്കുന്നു. പ്രാർത്ഥിപ്പാനായി എന്നെ നാവ് ധാരിക്കുന്നു. ഇവിടെ ഒരു അവസരമില്ലല്ലോ കർത്താവേ. ഇനി മറ്റൊരിടം തേടാം. അരമനേന്ന് നമ്മുടെ ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞു വിട്ട അച്ഛന്മാരുമായിട്ട് സംസാരിക്കുക. അവരിങ് എത്തിയെന്നാ തോന്നുന്നേ. ഹലോ ഹലോ അച്ഛാ, ഇപ്പൊ കേക്കാം. എന്റെ അച്ഛാ, ഇവിടെ മൊബൈൽ ഫോണിന് ഒട്ടും റേഞ്ച് ഇല്ല. വിട്ടേ കിട്ടുള്ളൂ. ലാൻഡ് ഫോൺ ആണെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും തകരാറാ. അച്ഛന്മാരെ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. കിട്ടി. രണ്ടുപേരാ ഗബ്രിയേൽ അച്ഛന്റെ ശിഷ്യന്മാരാ. ഹലോ, രണ്ടുപേരും ഇപ്പൊ എവിടം വരെ എത്തി? ഞങ്ങളിവിടെ അടിവാരത്തെത്തി. അടിവാരത്തെത്തിയോ? എടാ, രണ്ടച്ഛന്മാരും അടിവാരം വരെ എത്തിന്ന്. നിജമാ? ഉണ്മതാനടാ. നീ അവിടെ നിന്ന് ചവിട്ടാണം കളിക്കാൻ വേഗം വണ്ടി എടുത്ത അടിവാരത്തെത്താ. അതെ, അച്ഛന്മാർ രണ്ടുപേരും അവിടെ തന്നെ നിന്നാ മതി. ഞാൻ കുതിര വണ്ടി അങ്ങോട്ടയക്കാം. അല്ല, ഞാൻ പറയാൻ വന്നത് അതല്ല. ഈ കാലാവസ്ഥ, കാറ്റും ഇടിവെട്ടും വല്ലാത്ത മഴയും. എന്തോ ഇതെല്ലാം നല്ല സൂചന ആണാണോ? അല്ല. എടാ, അച്ഛന്മാര് പറയണു എല്ലാം നല്ല സൂചനയാന്ന്. അതൊന്നും ഞങ്ങൾ വിചാരിച്ച പോരാ. കാര്യമില്ല. നല്ലത് കേട്ടത് സന്തോഷം. ഒരു കാര്യം ബോധ്യായി. സാധാരണ പുരോഹിതർ വന്നിട്ടാവില്ല. സമ്മതിക്കില്ല നിമിത്തങ്ങൾ. തമ്പുരാന്റെ കനിവുള്ളവർ അങ്ങ് റോമിന്ന് തന്നെ വരണം. റോമിന്നോ? സായിപ്പന്മാരാണോ? ഇയാൾ എന്തോന്നായി പറയുന്നേ? സായിപ്പും അറബിയൊന്നും അല്ല. അങ്ങനെ ആര് വിചാരിച്ചാലും. ഹലോ ഹലോ. ഓ, ആണ്ട പോയി. ഹലോ ഹലോ ഹലോ, ഞങ്ങൾ മടങ്ങുകയാണ്. ഹലോ. ഒരു കട്ട കിട്ടി. ഹലോ ഹലോ. ആണ്ട പോയി. ഗബ്രിയേലച്ചൻ വരുന്നില്ലാന്ന്, പകരം ശിഷ്യന്മാരാ വരുന്നതെന്ന്. അവരങ്ങ് റോമിന്നാന്ന്. റോമിന്നായതുകൊണ്ട് മിടുക്കന്മാരായിരിക്കും. അങ്ങനെ അച്ഛന്മാരെ കിട്ടി. ഇതിന്റെ കാറ്റും തീർന്നു. എല്ലാരും കേട്ടല്ലോ. നിങ്ങൾക്കൊക്കെ എന്നെ സംശയമായിരുന്നല്ലോ. ഈ പൂമാല ഗ്രാമത്തിലെ ഒരേ ഒരു മുതലാളിയായ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഗ്രാമത്തിലെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനുള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. വർഷാവർഷം എന്റെ കയ്യിലുള്ള കാശ് മുടക്കി പള്ളി മോടി പിടിപ്പിക്കുന്നത് ഈ തവണ എന്റെ കർത്താവേ വെറുതെ ആയില്ലല്ലോ. എടാ, ലോട്ടറി തൊമ്മിച്ച കൊണ്ടുവരാൻ പോകുന്നത് വെറും സാധാ അച്ഛന്മാരെ അല്ല. These fathers are made in Rome.
അവരങ്ങ് റോമിന്നാണ്. മുപ്പത്തെട്ട് ദിനരാത്രങ്ങളും 17 വിനാഴികകളും നീണ്ട പ്രാർത്ഥനാ സവര്യകൾ കഴിഞ്ഞ് കാടും മേടും കടന്ന് അവൻ വീണ്ടും യാത്രയായി. അവൻ്റെ യാത്ര യാതനകൾ നിറഞ്ഞതായിരുന്നു. അതെ, ഈ കയറ്റം കയറുമ്പോ ഉട്ടുപ്പായുടെ കൂടെ ശബരിമലയ്ക്ക് പോയിരുന്ന എനിക്ക് ഓർമ്മ വരുന്ന. ആശം മലക്കൊക്കെ പോവായിരുന്നോ? പിന്നെ സ്വാമി ശരണം. മണ്ഡലത്തിനും മകരത്തിനും പോയാ പിന്നെ ഒരു 6 മാസത്തേക്ക് വേറെ ഒരു പണിക്ക് പോകണ്ട. അതിലത്രയ്ക്ക് മിടുക്കനായിരുന്നു കുട്ടപ്പായി. അത് ശരി, പോക്കറ്റ് അടിയുടെ കാര്യം ആശം പറയുന്നല്ലേ? പിന്നല്ലാതെ. കുട്ടപ്പായി സന്നിധാനത്ത് പോക്കറ്റ് അടിക്കും, ഞാനിത് പമ്പയിൽ മറച്ചു വെക്കും. കുട്ടപ്പായി വീണ്ടും അടിക്കും, ഞാൻ വീണ്ടും മറിക്കും. അങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റം. ഈ കുട്ടപ്പായി എന്ന് പറയുന്നത് ആശാന്റെ ഫ്രണ്ടോ അതോ ഗുരുവോ? അപ്പൻ. ഗുരുവായ അപ്പൻ. നൈസ്. പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ്റെ ദാഹമകറ്റാൻ കുലച്ച മുന്തിരികൾ ഊന്നുലഞ്ഞു നിൽക്കുകയുണ്ടായി. മാലാഖമാർ രുചിയൂറും ഭക്ഷണ വിഭവങ്ങൾ അവനായി വിളമ്പിക്കൊടുത്തു. പിശാചുക്കളെ വെല്ലാനുള്ള ശക്തിയും കരുളറപ്പുമായി അവനു വേണ്ടി പറഞ്ഞു വെച്ച മണ്ണിലെത്തി ദൈവവചനം നടപ്പാക്കുവാൻ. ചേട്ടാ, കൗഞ്ചിലോട്ടുള്ള വഴി ഏതാ? നീ ഇവിടെ ഞാൻ ഫോൺ ചെയ്യട്ടെ. ഇതേത് ഗുദാമാണോ? എത്രേ? 7 രൂപ. ആശാനെ പിടികൊടുക്കല്ലേ? ഒറ്റ കേട്ടി ഞാൻ വെച്ചു പിടികൊടുക്കണം പോലും. നിനക്കറിയോ ആരെയാ ഞാൻ വിളിച്ചത്? ഇല്ല. കൊച്ചിയിലുള്ള ബഷീറിനെ 1 മാസത്തിനകം ദുബായ് പോകാൻ ഏർപ്പാടാൻ ചെയ്യും. എനിക്ക് മാത്രമല്ല നിനക്കും. സത്യമായിട്ടും? ആ, അതുവരെ 1 മാസം മുങ്ങി നിൽക്കാൻ പറ്റിയ സ്ഥലം വേണം, കുറച്ച് കാശും. ആശാനെ, നമുക്ക് 5-8 ആടുകളൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പ് ചെയ്താലോ? എന്ത് പറയുന്നു? നിനക്ക് വല്ല പ്രാന്തമുണ്ടോ? പണിയെടുത്ത് കാശുണ്ടാക്കുന്നൊക്കെ മെനക്കെട്ട പണിയാ. അയ്യോ, പോലീസ്! നമ്മൾ പെട്ടാശാനെ. അത് പോലീസൊന്നുമല്ല. നീ സ്പീഡ് കൂട്ടി സംശയം കൊടുക്കല്ലേ? സ്പീഡ് കൂട്ടി സംശയം കൊടുക്കില്ല. അല്ല, സ്പീഡ് കൂട്ടാൻ പറഞ്ഞിട്ട് ഞാൻ പലതും പറയട്ടെ. ഞങ്ങളല്ല, ഞങ്ങളല്ല, ആ നിങ്ങൾ. ഐ മീൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ. വിറയ്ക്കുന്നുണ്ടല്ലോ. തണുത്തിട്ടാ. എന്താ നിനക്ക് വേണ്ടത്? ആ 2 പേർ നിങ്ങളല്ലേ? എന്താ കാര്യം? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അത് പിന്നെ ഞങ്ങളിവിടെ വന്നത്. അല്ല, ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് സുഖമില്ലാത്ത നിങ്ങൾ, വയ്യാത്ത നിങ്ങളുടെ അച്ഛനെയും പുര നിറഞ്ഞു നിൽക്കുന്ന പ്രാരാബ്ദങ്ങളെയും വിട്ട് കഷ്ടിച്ചൊരു ക്വാർട്ടറിന് പോലും കാശില്ലാത്ത മിസ്റ്റർ ദുരൈരാജ് പോയിക്കോളൂ. அவரு தன்னை நீங்க அவங்க தான். ஐயோ, கை ஓடல, காலு ஓடல, என்ன பண்றது? எங்க போகாதுங்க, இங்கே நில்லுங்க, நான் வண்டி எடுத்துட்டு வரான். ஜீசஸ், ஜீசஸ், ആശാൻ എങ്ങനെ അയാളുടെ ഫുൾ ബയോഡാറ്റ അറിയാം? എടാ, ലോകത്ത് പ്രാരാബ്ദങ്ങളില്ലാത്ത ഏതെങ്കിലും കോടീശ്വരനായ കുതിരവണ്ടിക്കാരനുണ്ടോ? എന്റെ അറിവിലില്ല. കുതിരവണ്ടിയിൽ പേര് കണ്ടില്ലേ? വെരി സിമ്പിൾ. ഏറ്റല്ലോ? ഏറ്റ പോലെ. എന്നാ വലിയ ഇയാൾ എന്തോ കാണിക്കുന്നത്? അമ്മാനോട് വന്ന 2 കെട്ട് കെട്ടി.
കിട്ടിയത് പോയി. ആ ഗബ്രിയേൽ അച്ഛനെ ഒന്ന് വിളിക്കാന്ന് വെച്ച ഈ നശിച്ച റേഞ്ച് കാരണം. അത് അവര് താനെന്ന് ഉനക്ക് ഉറപ്പാ? என்ன முதலாளி இப்படி பேசுறது? കന്യാസ്ത്രീമാരുടെ വണ്ടിയിൽ അവങ്ക വന്ന് ഇറങ്ങുന്നത് ഞാൻ പാത്തത് താനേ. കന്യാസ്ത്രീമാരുടെ വണ്ടിയിലാ വന്ന് ഇറങ്ങിയെങ്കിൽ അത് ഉറപ്പായിട്ടും അച്ഛന്മാർ തന്നെ ആയിരിക്കും. വേറെ കിറുക്ക് പയല്. പിന്നെ മുതലാളി என்னுடையும் എന്റെ ഫാമിലിയുടെയും എല്ലാ കാര്യങ്ങളും അവങ്ക കറക്റ്റാ சொல்லியாச்சு. മാത്രമല്ല നിന്റെ കയ്യിൽ കറക്റ്റ് 17 കിലോ മാത്രമല്ല ഉണ്ടായിരുന്നു. ഒരു ക്വാർട്ടർ സൽസയ്ക്ക് എത്രയാ? 24 രൂപ. അതും കൃത്യമായി ഒരു ഒറ്റ നോട്ടത്തിൽ അവർ അറിഞ്ഞു. അതും പുരോഹിതന്മാർക്കേ എങ്ങനെ പറയാൻ സാധിച്ചു? ദിവ്യ ഉണ്ണിയ അല്ല ദിവ്യദൃഷ്ടി. ഉമ്മിച്ച മുതലാളി പറഞ്ഞത് നേരാ. ഇത് തനി റോമ. റോം. ഇനി അവര് തിരിച്ച് റോമിലേക്ക് തന്നെ പോയോ? ദൊരാജ്, അവരെങ്ങോട്ട് പോയിന്ന് ഉനക്ക് ഏതാവത് ഐഡിയ? അത് വന്ന് മുതലാളി കമ്പിളിപ്പാപ്പ കടയിലുണ്ട്, വേണോ? എന്നാന്ന് പറയണോ? കമ്പിളി പതിച്ച് രണ്ടുപേര് പള്ളി മുറ്റത്ത് കിടക്കുന്നു. ഇപ്പൊ എന്തോ ചെയ്യും? എടുത്തു മാറ്റണോ? വാ 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 വേമാ. കണി തന്നെ കുരിശാണല്ലോ. ഏതാ സ്ഥലം? എനിക്കൊരു ലൈറ്റ് ചായ. ദോശയും വടയും കൂടെ ആയാലോ? വേണ്ട, വട ഗ്യാസാ. അയ്യോ, വീടല്ലേ? പിന്നെ വീട്ടിലല്ലേ ഉറങ്ങാറെന്ന്. ഇത് എവിടെയത്? ആർക്കറിയാം. പാത്തിട്ട് പറയാം.